ഹായ്, ഐ ആം പ്രീത ഫ്രം കാതിരോല. നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ കുട്ടനെല്ലൂരാണ്. ഇന്ന് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രീമിയം മെറ്റീരിയൽസ് ഡ്രസ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. പ്രീമിയം മസ്ലിനിൽ വരുന്ന 3 പീസ് കുർത്തിയാണ് ഇത്. ഒരു മാമ്പഴ കളറാണിത്. ഈ ഒരു ഷെയ്ഡൊക്കെ അങ്ങനെ വരും. അതുപോലെ ഇവിടെ ടീൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ബാന്തിനി ഡിസൈൻ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാന്തിനി ഡിസൈനാണ്. വീനക്ക് ഷാർപ്പ് വി ആണ്. ഇവിടെ എല്ലാം ചെറിയ മോത്തി വർക്കും, അതുപോലെ ഇവിടെ എല്ലാം എംബ്രോയിഡറി, പിന്നെ കഡ്ദാന വർക്ക്, അങ്ങനെ എല്ലാ വർക്കും നല്ല സ്റ്റൈലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും പോർഷനിൽ നെക്കിൻ്റെ ഇവിടെ നല്ല സുന്ദരമായിട്ടുള്ള ഡിസൈൻ. അതുപോലെ 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ ടീൽ ഗ്രീനാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിൽ സ്ലിറ്റ് ഉള്ളതും അതുപോലെ തന്നെ മൽക്കോട്ടൻ്റെ നല്ല ലൈനിങ്ങും അതിന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഡബിൾ ഷെയ്ഡിൽ തന്നെയാണ്. ഇവിടെ ഫുള്ള് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് താഴെ എത്തുമ്പോൾ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്കിലും ബാന്തിനിയുടെ ഡിസൈൻ നമുക്ക് കാണാം. ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിൻ്റെ 4 സൈഡിലും ബാന്തിനിയുടെ ഡിസൈൻ തന്നെ കാണാം. ടസൽസ് ഉണ്ട്. അതുപോലെ മസ്ലിനിൽ വരുന്ന പാൻറ്റാണ്. സെയിം കളർ ടോണിലുള്ള പാൻറ്റാണ്. ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആണ്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു നോർമൽ പാൻറ്റാണ്. ഇതുപോലുള്ള പാൻറ്റാണ്. പിന്നെ മിഡിലായിട്ട് ചെറിയത് താഴെ ഒരു ചെറിയൊരു കട്ടിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരം പീസാണ്. നല്ല കളറാണ്. നല്ല കളറും ഇട്ട ആൾക്ക് കൂടുതൽ ഒരു ഭംഗിയൊക്കെ വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് മുഖത്തേക്ക് എടുക്കുന്നതും ആ ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ആർട്ടിക്കിളായിട്ട് തന്നെ നമുക്ക് പറയാം. വെയർ ചെയ്യുമ്പോൾ നല്ല ഒരു ലുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. ഡാർക്ക് ബ്ലൂവിൽ വരുന്ന ഒരു ഷെയ്ഡാണിത്. ഇത് ക്രേപ്പിൽ വരുന്നതാണ്. ക്രേപ്പ് മെറ്റീരിയൽ ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള ബി ആണ് വരുന്നത്. ഇവിടെ എല്ലാം കോയിൻ്റെ ഡിസൈൻ പോലെയായിട്ടുള്ള മെറ്റാലിക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹാൻഡ് വർക്കാണ്. ഇവിടെ ക്യൂട്ടായിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നു. 2 സൈഡിലും ഇങ്ങനെ കാന്ത സ്റ്റിച്ച് പോയിട്ടുണ്ട്. മിഡിലായിട്ട് മുഗൾ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. 2 ഭാഗത്തും ഇങ്ങനെ ലൈൻ പോലെയുള്ള ഡിസൈനും. അതുപോലെ സ്ലീവിൽ നല്ല സ്റ്റൈലായിട്ട് വന്നു. 3/4 കൂടുതൽ ലെങ്ത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. സൈഡിൽ കട്ടുണ്ട്. അതുപോലെ നല്ല കോട്ടൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്ത് ഇങ്ങനെയാണ്. ഇവിടെ ആ ഒരു ടെമ്പിൾ ഡിസൈനും കാര്യങ്ങളും വന്നിട്ട് നല്ല സ്റ്റൈലുള്ള ഒരു പീസാണിത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. അതിനും അതേപോലെ തന്നെ താഴെ എത്തുമ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും. സെയിം മെറ്റീരിയലിലുള്ള ദുപ്പട്ട. ഒരു ചെറുതായിട്ടൊരു സ്റ്റോൾ മോഡൽ തന്നെ. സ്റ്റോൾ മോഡൽ എന്ന് പറയാം. അതിൻ്റെ ഇവിടെയുള്ള ബൂട്ട വർക്കിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. വളരെയധികം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ടസൽസ് ഉണ്ട്. പാൻറ്റും ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള പാൻറ്റാണ്. ആവശ്യത്തിന് സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് XXL സൈസിലാണ് ഇപ്പോൾ ഓൺലി അവൈലബിൾ ആയിട്ടുള്ളത്. XXL മാത്രമാണ്. നല്ല സ്റ്റൈല് സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റ് ഇതിനെ മാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ആർട്ടിക്കിളാണ്. പ്രീമിയം മസ്ലിനിൽ വരുന്നതാണ്. അതൊരു ലൈറ്റ് ടീൽ കളർ എന്ന് പറയാം. ഗ്രീനിൻ്റെ ആ ഒരു ആഷും അല്ല ലൈറ്റ് ഗ്രീനും അല്ല, അങ്ങനെ ഒരു ഷെയ്ഡാണ്. ഇവിടെ ലീഫിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ വന്നിരിക്കണം. ഇതിലൊക്കെ ഗോൾഡ് കളറിലുള്ള വളരെ പൊടിയായിട്ടുള്ള സീക്വൻസും ഇതിന് ഫുള്ള് ഔട്ട്ലൈനായിട്ട് ഗോട്ടയുടെ വർക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം ഇങ്ങനെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല സുന്ദരമായിട്ടുള്ള ഒറിജിനൽ ആയിട്ട് കാണുമ്പോൾ വളരെ ഒരു എന്താ പറയുക ലക്ഷറി ലുക്ക് എന്ന് തന്നെ പറയാം. അങ്ങനെ തോന്നിക്കുന്ന ഒരു പ്രിൻറ്റും അതുപോലെയുള്ള ഒരു മെറ്റീരിയലും കളർ ഷെയ്ഡുമാണ് ഇതിൻ്റെ. ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഒരു വി ഷേപ്പ് പോലെയുള്ള നെക്കാണ്. ഇവിടെ എല്ലാം വളരെ ചെറുതായിട്ടുള്ള സീക്വൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ചെറിയ മുത്തുകളെ കൊണ്ടാണ് ഈ ഒരു ലൈനിലൊക്കെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള ദുപ്പട്ട 6 ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ്. അതിന് ഫുള്ള് 4 സൈഡിലും ഈ എംബ്രോയിഡറിയുടെ നെറ്റിലുള്ള ഒരു വർക്കും കാര്യങ്ങളും സീക്വൻസും എല്ലാം കാണാം.
സ്ലിറ്റ് ഉള്ളതും അതുപോലെ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 38, 40 സൈസുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 38, 40. ബാക്ക് പോർഷൻ സോഫ്റ്റ് ആയിട്ട് ടിഷ്യൂ ഓർഗൻസയിൽ വരുന്ന മെറ്റീരിയലും അതുപോലെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത്. റൗണ്ട് നെക്ക് ആയിട്ട് വന്നിട്ട് ഇവിടെ ചെറുതായിട്ട് യു പോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ എല്ലാം നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു മിറർ ഷെയ്ഡ് പോലെ ആയിട്ട് ഇവിടെയൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ഒറിജിനൽ മിറർ പോലെ തോന്നുന്ന ആ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെയെല്ലാം നല്ല ഭംഗിയുള്ള ജെരി വർക്കും ഇങ്ങനെ സൈഡിൽ അടിഭാഗത്തും ഇങ്ങനെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ട് ഇവിടെ എല്ലാം ഇതിൻ്റെ എല്ലാം സെൻട്രലായിട്ട് ചെറിയ ചെറിയ സീക്വൻസ് വർക്കും നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. ഇതൊരു ഡബിൾ ഷെയ്ഡ് പോലെ വരും. ഒരു ചെങ്കല്ല് ഷെയ്ഡാണ് ശരിക്കും പറയാൻ വെച്ചാൽ, പിന്നെ ഒരു റെഡും പറയാം. പക്ഷേ ഒരു ചെങ്കൽ ഷെയ്ഡിൻ്റെ ഒരു ഇതാണ് നമുക്ക് പെട്ടെന്ന് കണ്ണിൽ തോന്നുക. അതുപോലെ 3/4 കുറച്ചുകൂടി ലെങ്ത്തിലുള്ള ഒരു സ്ലീവിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സൈഡിൽ സ്ലിറ്റ് ഉള്ളതും നല്ല മൽക്കോട്ടൻ്റെ ലൈനിങ്ങും ഉള്ളതാണ്. ബാക്ക് പോർഷൻ സെയിം അതേ കളർ, അതേ ഡിസൈൻ ഓർഗൻസയിൽ വരുന്ന മെറ്റീരിയലാണ്. ഇവിടെ എല്ലാം ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ജെരി വർക്ക് വന്നിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള അത് സ്കാലപ്പോട് കൂടിയിട്ട് 2 സൈഡും സ്കാലപ്പോട് കൂടിയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിന് വന്നിട്ടുള്ളത്. അതുപോലെ പാൻറ്റ് സെയിം കളർ ടോണിലുള്ള പാൻറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻറ്റാണ്. പിന്നെ വളരെ ആപ്റ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി കുർത്തിയാണ്. ഇത് 42 സൈസിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 42 എന്ന് പറഞ്ഞാൽ 44കാർക്കും ഇത് പറ്റാവുന്നതാണ്. പലർക്കും ഇത് ചിലപ്പോൾ സൂട്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന പ്യോർ മസ്ലിനാണിത്. വളരെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണിത്. റൗണ്ട് നെക്ക്, അതുപോലെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു യു പോലെ ഉണ്ട്. ഫുള്ളായിട്ട് ഇവിടെ എല്ലാം ഈ വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഗ്ലാസ് ബീഡ് വർക്ക് വന്നിരിക്കണം ഫുള്ളായിട്ട്. ഇവിടെ സീക്വൻസും നല്ല സ്റ്റൈലായിട്ടാണ് ഈ ഒരു പോർഷൻ ഉള്ളത്. 3/4 സ്ലീവും വളരെ സോഫ്റ്റാണ്, നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് ഡാർക്ക് കളറാണ്. താഴെ എത്തുമ്പോൾ സൈഡിൽ സ്റ്റിച്ച് ഉള്ളതും അതേപോലെ സെയിം കളറിലുള്ള മൽക്കോട്ടൻ്റെ ലൈനിങ്ങും എല്ലാം കൊടുത്തിരിക്കണം. ബാക്ക് പോർഷനും അതേ ഡിസൈനും കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. ഓർഗൻസയിൽ വരുന്ന ദുപ്പട്ട, ഷിഫോണിൽ വരുന്ന ദുപ്പട്ട ഷിഫോണാണ്. ഒരു എലഫൻറ്റിൻ്റെ എല്ലാം ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള അതേ കളർ ടോണിലുള്ളതാണ്. ലാവൻഡർ ഷെയ്ഡിൽ തന്നെയുള്ള ദുപ്പട്ടയാണ്. പിന്നെ അതുപോലെ ലാവൻഡർ ഷെയ്ഡിൽ തന്നെ വരുന്ന പാൻറ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിൻ്റെ പാൻറ്റാണ്. അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെയിറ്റോട് കൂടിയിട്ടുള്ള പാൻറ്റാണ്. പോക്കറ്റൊക്കെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് 44 സൈസിൽ മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളത്. അതായത് XXL സൈസിൽ മാത്രം. സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന 3 പീസ് കുർത്തിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്. ഇതിങ്ങനെ ഒരു പേള്, ഇവിടെ എല്ലാം ഹാൻഡ് വർക്കാണ്. ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിൽ പേൾ വർക്കാണ്. സോഫ്റ്റ് ഓർഗൻസയാണ് സംഗതി. ഇത് ഇവിടെ വളരെ ചെറിയ ഗ്യാതറിങ്സ്, അത്രയും സോഫ്റ്റാണ്. ഇതൊരു എ ലൈൻ പോലെയുള്ളതാണ്. സൈഡിൽ സ്റ്റിച്ച് ഇല്ലാത്ത എ ലൈൻ പോലെയുള്ളതാണ്. വളരെ ക്യൂട്ടാണ്. അടിഭാഗത്തേക്കുള്ള ആ ഒരു ഫ്ലവേഴ്സ്, അതിന് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ലൈനിങ് ആണ്. കറക്റ്റ് ഓറഞ്ച് സൈഡിലൊക്കെ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് അതിൽ ലൈനിങ് ഇല്ല. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ളതാണ്. ഇത് വളരെ നമുക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നതാണ്. അത് അധികം നമുക്ക് ഇത് കൊടുക്കാനില്ലായിരുന്നു. എന്നാലും 2 പ്രാവശ്യമൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതിപ്പോൾ ലാർജ് സൈസിൽ മാത്രം, അതായത് 40 സൈസിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. പാൻറ് സെയിം കളർ ടോൺ തന്നെയുള്ള
സിൽക്കിൻ്റെ പാൻറ്റാണ്. വളരെ സോഫ്റ്റും വളരെ സുന്ദരവും വളരെ റയറും ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഫ്രഞ്ച് നോട്ട്, ഫുള്ളായിട്ടും ഫ്രഞ്ച് നോട്ടിൻ്റെ ഒരു വർക്ക് കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് ഫുള്ളായിട്ടും ഫ്രഞ്ച് നോട്ടിൻ്റെ വർക്ക് വരുന്ന നല്ല ഒരു റയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഒതുക്കത്തോട് കൂടിയിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള ആ ഒരു കട്ടിങ്ങാണ് നെക്കിൻ്റെ ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ 3/4 സ്ലീവും, സ്ലീവിൻ്റെ അറ്റത്ത് ഫ്രഞ്ച് നോട്ടിൻ്റെയൊക്കെ ഡിസൈൻ കാണാം. ഇതിപ്പോൾ 38 സൈസ്, അതായത് മീഡിയം എന്ന് പറയുന്ന 38 സൈസിൽ മാത്രമാണ് ഇപ്പോൾ ഒരു പീസ് മാത്രമേ നമ്മുടെ കയ്യിലിപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. സൈഡിൽ സ്ലിറ്റും മെറൂൺ ഷെയ്ഡിൽ തന്നെയുള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്, സിൽക്കാണ് ടോപ്പ്. പിന്നെ സോഫ്റ്റ് ഓർഗൻസയിൽ പെടുന്ന ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡ് പോലെ വരുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട, സ്കാലപ്പോട് കൂടിയിട്ട് ആ മെറൂൺ ഷെയ്ഡിൽ തന്നെയുള്ള ടോപ്പിൻ്റെ അതേ മെറൂൺ ഷെയ്ഡിലുള്ള വർക്കുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്രഞ്ച് നോട്ടിൻ്റെ വർക്ക് താഴെയെല്ലാം കാണാം, സൈഡിലെല്ലാം കാണാം. സ്കാലപ്പോട് കൂടിയിട്ട് എൻഡിലും നല്ല സ്റ്റൈലായിട്ടുള്ള ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഇത്. പാൻറ്റും മെറൂൺ ഷെയ്ഡിലാണ്, രണ്ടും ആ ഒരു മെറൂൺ കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ചെറിയ ഒരു ഇത് 38 സൈസിൽ തന്നെയുള്ളതാണ്. നല്ല ഭംഗിയുള്ള പാൻറ്. ഇതാണ് സ്കാലപ്പോട് കൂടിയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസിയാണ് ദുപ്പട്ട. സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ടോപ്പാണത്. ഇത് സെയിം കളർ ടോൺ തന്നെയാണ്. ഇതിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന സെയിം കളറിൽ തന്നെ വരുന്നതാണ്. ഇതിൻ്റെ ഒരു നെക്കിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെ വരും, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ്. ഒരു റയർ കട്ടിംഗ് ആണ്. ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ഒറിജിനൽ മിററും അതുപോലെ തന്നെ ഒരു മോത്തി വർക്കൊക്കെ ധാരാളമായിട്ട് കാണാം. എംബ്രോയിഡറി വർക്കും ഉണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു നെക്ക് വർക്കാണ്. ഇവിടെ എല്ലാം ചെറുതായിട്ട് സീക്വൻസ് വർക്കും മോത്തി വർക്കൊക്കെ കാണാം. ഫുള്ളായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഇളം ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു തുണിയാണിത്. അത് വെയർ ചെയ്യാനും വളരെ സുഖമാണ്. മൽക്കോട്ടൻ്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് സെയിം കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും പ്ലെയിനായിട്ട്. പാൻറ്റും സെയിം കളർ ടോണിൽ സെയിം മെറ്റീരിയൽ തന്നെയാണ്. വൺ സൈഡ് എലാസ്റ്റിക്കും മറ്റേ സൈഡ് ബാൻഡഡും ആയിട്ടുള്ളത്. പലാസോ പോലുള്ള ആ ഒരു പാൻറ്റാണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത് ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസയിലുള്ള ദുപ്പട്ടയാണ്. അതിൽ വീവ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു വർക്ക്. ഇതെല്ലാം സ്പോട്ട് പോയിട്ട് കാണുന്നതെല്ലാം വീവ്ഡ് ആയിട്ടുള്ളതാണ്, വീവിങ് ആയിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഒറിജിനലായിട്ട് ഇതിൽ വീവിങ് ചെയ്തിട്ടുള്ളതാണ്. 4 സൈഡും ബോർഡറോട് കൂടിയിട്ട് ടസൽസോട് കൂടിയിട്ട് നല്ല സ്റ്റൈലൻ ദുപ്പട്ടയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സൈസുകളെല്ലാം സ്ക്രീനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസും ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത്. എത്രയും വേഗം 6282339766 എന്നുള്ള നമ്മുടെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ